ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വെറും 499 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി വയർലെസ് ഇയർഫോണാണ്. നെക്ക് ബാൻഡാണ്. ഇതിന് മുന്നേ നമ്മളൊരു ഇയർഫോൺ Ptron ബേസ് ബഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു TWS ഇയർഫോൺ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു കമ്പനിയോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഒരു 500 രൂപയ്ക്ക് നമുക്ക് ഒരു വയർലെസ് ഇയർഫോൺ കണ്ടപ്പോൾ നമ്മളൊന്ന് വാങ്ങി നോക്കിയത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഇയർഫോണിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇയർഫോണിൻ്റെ ബോക്സിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നോക്കാം. ബോക്സ് പാക്കിംഗ് അത്ര നല്ലൊരു പാക്കിംഗ് ഒന്നും ആയിരുന്നില്ല. ആമസോണിൻ്റെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാരണമാകാം അത്ര നല്ലൊരു ബോക്സ് പാക്കിംഗ് ആയിരുന്നില്ല. ബോക്സിൽ വരുന്നത് ഒരു യൂസർ മാനുവലും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ 2 ജോഡി ഇയർബഡ്സ്, പിന്നെ ഒരു മൈക്രോ USB കേബിളും. ഇനി ഇയർഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഇയർഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇത് അത്ര നല്ല ബിൽഡ് ക്വാളിറ്റി ഒന്നും നമുക്ക് കിട്ടില്ല. കാരണം ഇത് ഒരു വെറും 499 രൂപയ്ക്ക് കിട്ടുന്ന ഒരു വയർലെസ് ഇയർഫോണാണ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി അത്ര അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഒന്നും അല്ല. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിന് അതൊക്കെ ഓക്കെയാണ്. പിന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. നമുക്ക് ഇവിടെ 3 ബട്ടൺസ് കാണാൻ കഴിയും. ഒരു പവർ ബട്ടണും വോളിയം ബട്ടൺസും കാണാൻ കഴിയും. പവർ ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇയർഫോൺ പവർ ഓഫ് അല്ലെങ്കിൽ ഓൺ ആക്കാൻ കഴിയും. അതേപോലെ കൂടുതൽ നേരം നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പെയറിംഗ് മോഡിലേക്ക് പോകും. ഫോണിലേക്ക് കോൾ വരുന്ന സമയത്ത് അത് ആൻസർ ചെയ്യാനായിട്ട് ഈ ബട്ടൺ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്യുക. ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് വിളിച്ച കോളിലേക്ക് റീഡയൽ ചെയ്യും. പിന്നെ വോളിയം ബട്ടൺസ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ആണ്. അതേപോലെ നമ്മൾ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് വോളിയം അപ്പ് ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകും. വോളിയം ഡൗൺ ബട്ടൺ അമർത്തുന്ന സമയത്ത് പ്രീവിയസ് മ്യൂസിക്കിലേക്കും പോകും. പിന്നെ നമുക്കൊരു മാഗ്നറ്റിക് ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. മാഗ്നറ്റിക് ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഇയർഫോൺ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മളിപ്പോൾ ഇയർഫോണൊക്കെ ഇട്ട് ഓടുന്ന സമയത്തൊക്കെ ഇയർഫോൺ 2 വശത്തേക്ക് ഇങ്ങനെ ബാക്കിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ തടയാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. പിന്നെ ഇയർഫോൺ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണെന്നാണ് കമ്പനി പറയുന്നത്. ഇയർഫോൺ കംഫർട്ടബിൾ ആണ്. നമ്മൾ കുറച്ച് നേരത്തേക്ക് യൂസ് ചെയ്യാൻ ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ നമ്മൾ കുറേ സമയം യൂസ് ചെയ്യുന്ന സമയത്ത് ചെവിക്ക് ചെറിയ രീതിയിലുള്ളൊരു വേദന പോലെ അനുഭവപ്പെടുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ കണക്ടിവിറ്റി ഓപ്ഷൻ വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ നമുക്കിതിൽ കിട്ടും. 10 മീറ്റർ വരെ ട്രാൻസ്മിഷൻ റേഞ്ച് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ചൊരു 10 മീറ്റർ അകലെ ഫോണിൻ്റെ അടുത്ത് നിന്ന് 10 മീറ്റർ അകലെ പോയാലും നമുക്ക് കണക്ഷൻ പോകില്ല. പിന്നെ പെയറിങ് വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം പെയറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രാവശ്യം പെയറാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുന്ന സമയത്ത് ഒരു 2 to 5 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഇയർഫോണിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ ബേസും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതൊരു ബഡ്ജറ്റ് ഇയർഫോൺ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഈ ബേസൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് അത്ര നല്ല ഇയർഫോൺ ആയിരിക്കില്ല. വലിയ ബേസൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒരു ആവറേജ് ആ ഒരു റേഞ്ചിലേ കിട്ടുന്നുള്ളൂ. ക്വാളിറ്റി പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയാണ്. ഈ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് പാട്ട് കേൾക്കാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും ഒക്കെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഈ ഒരു പ്രൈസിന് വേണ്ട നോയിസ് ക്യാൻസലേഷനും ഇതിൽ ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ മൈക്കിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ അത് അത്ര വലിയൊരു ക്വാളിറ്റി നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ആവറേജ് ക്വാളിറ്റി, വലിയ കുഴപ്പമില്ല എന്ന് പറയാവുന്ന ഒരു ക്വാളിറ്റി നമുക്ക് മൈക്കിൽ കിട്ടുന്നുള്ളൂ. ഇനി ബാറ്ററി ലൈഫ് 125 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കമ്പനി പറഞ്ഞിട്ടുള്ളത് 6 hours പ്ലേബാക്ക് ടൈമാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് 6 hours ആണ് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. അത് വളരെ കറക്റ്റ് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ നോർമൽ യൂസേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല. നമ്മൾ ഇടയ്ക്ക് ഇയർഫോൺ ഉപയോഗിക്കും, ഇടയ്ക്ക് മാറ്റി വെക്കും. അങ്ങനെ ഒരു നോർമൽ യൂസേജ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ദിവസം നമുക്ക് ബാറ്ററി ലൈഫ് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്യാനുള്ള ടൈമും കമ്പനി പറഞ്ഞ അതേപോലെ തന്നെ 1.5 മണിക്കൂറാണ് ചാർജ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത്. 100% ചാർജ് ആകാനുള്ള ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇയർഫോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. Ptronൻ്റെ ടാൻജൻറ്റ് ലൈറ്റ് വളരെ നല്ലൊരു ഇയർഫോൺ തന്നെയാണ്. വെറും 499 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വയർലെസ് ഇയർഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ തന്നെ എടുക്കാം. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇയർഫോണാണ്. നല്ലൊരു കമ്പനിയാണ് Ptron. അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഇയർഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബജറ്റ് വയർലെസ് ഇയർഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇയർഫോൺ സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.